എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ കോലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ, ഇന്നത്തെ അത് തന്നെയാണ് ഗെറ്റ് റെഡി വിത്ത് മീ. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ അത്ര വലിയ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാൻ അറിയാവുന്നതല്ല. സോ ആദ്യം തന്നെ നമ്മുടെ ടോണർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതെന്താ കോസ്റെക്സിൻ്റെ മറ്റേ സംഭവം ടോണർ. ഓക്കെ, അത് നമുക്ക് മുടി ഒതുക്കി വെക്കാം. ഇതിൻ്റെ വൃത്തികെട്ട മണമാണ് കേട്ടോ, ഇതെനിക്ക് ഇഷ്ടമേ അല്ല ശരിക്കും. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിൻ്റെ ആണ് കേട്ടോ. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ മറ്റേ എന്താ പറയുക ഫൗണ്ടേഷനോ അതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ തേക്കാന്നുള്ളതാണ് എൻ്റെ പുതിയ ടെക്നോളജി. ഞാനിങ്ങനെയാണ് തേക്കുന്നത്. ഇത് കറക്റ്റ് വേ ഇങ്ങനെയൊന്നും അല്ല, വേറെ ഏതോ രീതിയിലൊക്കെ തേക്കണം എന്നാണ് ഇതറിയാവുന്ന ആൾക്കാർ പറയുന്നത്. ആദ്യം ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കും, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കത്തുള്ളൂ. പിന്നെ മറന്നുപോയി, ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലിപ് ബാം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം, ദയാക അങ്ങനെ തോന്നുന്നു, എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അറിയില്ല. ഓക്കെ, അവരുടെതാ. ഞാൻ ഇവിടുന്ന് തന്നെ മേടിച്ചാൽ ഞാനിങ്ങനെ മാറ്റി തോന്നും, ചിലപ്പോൾ അവിടെ തോന്നും, ചിലപ്പോൾ ഇവിടെ തോന്നും. ഡിപ്പെൻഡപ്പോൾ ഇതിപ്പോൾ അന്നാ റോസിൻ്റെ 18 മാറ്റ് ഐ ഷാഡോ കോമ്പാക്ട്. ഒരു രസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് മെനിയായിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഞാനപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കൂട്ടോ. താഴെ കണ്ടെഴുതുമ്പോൾ ആ നാടൻ പെൺകുട്ടിയുടെ ലുക്ക് വരുന്നു എന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെ മുകളിലോട്ട് വരയ്ക്കും, ഞാൻ താഴോട്ടൊക്കെ വരയ്ക്കും. ഇത് ഒന്നര തന്നെ വരയ്ക്കും. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ലാക്മേയുടെ ഐലൈനർ. ഇപ്പോഴും ഐലൈനറൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എൻ്റെ കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണെഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ താഴെ കണ്ണെഴുതാൻ തീരുമാനിച്ചു. ശരിക്കും താഴെ കണ്ണെഴുതുന്നതായിരിക്കും നല്ലത്. താഴെ കണ്ണെഴുതി ഉണ്ട കണ്ണായിട്ട് ഫീൽ ചെയ്തോളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ താഴെ എഴുതാറില്ല, മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ. ഇത് മേബിലൈൻ്റെ ഒരു മസ്കാരയാണ്. മസ്കാര നല്ലതെന്ന് പറയാം. അതെ, ആക്ച്വലി നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും ഉപയോഗിക്കാറുണ്ടെന്ന് തന്നെ പറയാം. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണിൽ കേട്ടോ പൈസ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും, എനിക്ക് തോന്നും. പിന്നെ നൈക്കയുടെ ഒരു ലിപ് ലൈനർ ഉണ്ട്, നമുക്ക് ഇന്നത് വരച്ചു കൊടുക്കാം. കിക്കോയുടെ ഒരു ഏതാ ഷെയ്ഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 105 ആണ് കേട്ടോ. ഇതിൽ ആക്ച്വലി ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട്, ലിപ് ഹൈലൈറ്റ് ആണ് സംഭവം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ എടുത്തേക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് കളർ വരുന്ന ഇഷ്ടമല്ലത്. ആക്ച്വലി നമ്മുടെ ലിപ്സ്റ്റിക്ക് ഏകദേശം ഇട്ടു. നമുക്ക് ലിപ് ലൈനർ ഒന്നുകൂടെ ഇത് നമുക്ക് ലിപ് ഗ്ലോയുടെ ആയിട്ടെടുക്കാം. നമുക്ക് സൺസ്ക്രീൻ മുഖ്യം. സൺസ്ക്രീൻ ആയിട്ട് ആക്ച്വലി ഇവർ പറയുന്നു എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ കൂടിയാണ്. ബട്ട് ഐ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.